സൂപ്പർ ഫാമിലിയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാതിരിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ സൂപ്പർ ജഡ്ജാണ്, നമ്മുടെ മെന്ററാണ്, നമ്മുടെ കുടുംബാംഗങ്ങളുടെ ഒരു കൂട്ടുകാരിയാണ്. ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ സ്വന്തം മിയ. അപ്പോ വീണ്ടും കുടുംബത്തിലേക്ക് സ്വാഗതം. ഒരു റെട്രോ ഫീലിലാണല്ലോ വന്നിരിക്കുന്നത്. മഞ്ഞക്കിളിയുടെ ആ പാട്ട് ഇടായിരുന്നു, ഞാൻ പറയാൻ വെച്ചതായിരുന്നു, പക്ഷെ മറന്നുപോയി. കുഴപ്പമില്ല, നമുക്ക് ഇനി ഒരു അവസരം വരുമ്പോ വേണമെങ്കിൽ ആ പാട്ട് വെച്ചൊരു ഡാൻസ് കളിക്കാം അല്ലേ? ഇഷ്ടമുള്ളൊരു കളറാ യെല്ലോ. മഞ്ഞയാണോ ഇഷ്ടം? യെല്ലോ ഭയങ്കര ഇഷ്ടം. ഇനി ഞാൻ കേട്ടിട്ടുണ്ട് യെല്ലോ ഇഷ്ടമുള്ളവര് മനസ്സിൽ ഭയങ്കര അസൂയുള്ളവരായിരിക്കും. അങ്ങനെ ഉണ്ടോ? പാട്ട് വെച്ച് പറയുന്നതാണോ? യെല്ലോ 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 ഡേർട്ടി ഫെല്ലോ അങ്ങനെ എന്തോ ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്കറിയില്ല സത്യമാണോന്ന്. പക്ഷെ മിയക്ക് അസൂയില്ല. ഞാൻ ഡേർട്ടി ഫെല്ലോ ഒന്നും അല്ല, നല്ല നല്ല ഫെല്ലോയാ. അതെ അതെ, മിയക്ക് അസൂയൊന്നുമില്ല, നല്ല ഫെല്ലോ ആണ്. അപ്പൊ ഇന്ന് മഞ്ഞ അങ്ങ് ഇട്ടോ, ഇഷ്ടമുള്ള കളർ ആയതുകൊണ്ട് ഇട്ടു. പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ. അതാണല്ലോ നമുക്ക് അൾട്ടിമേറ്റ് ആയിട്ട് വേണ്ട കാര്യം. അങ്ങനെ നമ്മൾ ഇന്നത്തെ സൂപ്പർ ഫാമിലി ഈ എപ്പിസോഡ് കടക്കുന്നതിന് മുന്നേ വീണ്ടും എന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ആഗ്രഹം, മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ട് എന്ന് പറഞ്ഞപ്പോൾ ആ പാട്ട് ഒന്നില്ലെങ്കിൽ ആ മൂളിപ്പാട്ട് അല്ലാതെ വലിയ ഏതെങ്കിലും പാട്ടുണ്ടോ? മറ്റേ ഒരു ബ്ലൂ റോസ് എന്ന് പറയുന്ന ഒരു പാട്ട് അറ്റംപ്റ്റ് ചെയ്ത് നോക്കാം. മിയയുടെ ഒരു അറ്റംപ്റ്റ് നമുക്ക് സൂപ്പർ ഫാമിലിയിൽ കാണാം. പക്ഷേ ആ കളറൊക്കെ വേറെ, എനിക്ക് വായി വരുന്ന പാട്ട് ഞാൻ പാടുക. അത്രേ ഉള്ളൂ. കളർ മഞ്ഞ ആയാലും കുഴപ്പമില്ല. മഞ്ഞ അല്ല അല്ല റോസ് ബ്ലൂ റോസ് ആഹാ നീ ജനുവരിയിൽ വിരിയുമോ, പ്രണയമായി പൊഴിയുമോ, ഹിമമഴയിൽ നനയുമോ, മെഴുകുപോലുരുകുമോ, ശലഭമായി ഉയരുമോ, ശിശിരമായി പടരുമോ. അപ്പൊ നമ്മുടെ സൂപ്പർ ഫാമിലിയിൽ നല്ലൊരു തുടക്കം കിട്ടിയിരിക്കുകയാണ്. ഇന്ന് വരുന്ന പെർഫോമേഴ്സ് എല്ലാവരും ഈ ഒരു എനർജി പിടിച്ച് പോയി കഴിഞ്ഞാൽ തകർക്കും ഇന്നത്തെ എപ്പിസോഡ്. പിന്നല്ല. അതെ, അപ്പൊ നമുക്ക് മത്സരം തുടങ്ങാം. മിയ അവിടേക്ക് ഇരുന്നോളൂ. താങ്ക് യു സോ മച്ച്. അപ്പൊ മിയ, നമ്മുടെ സൂപ്പർ ഫാമിലിയിലെ ഇന്നത്തെ മത്സരാർത്ഥി ഇതാ ഇവിടെ പുറകിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. മിയ പാട്ട് പാടിയോണ്ടാണോന്ന് അറിയില്ല, അവരൊരു പാട്ട് കുടുംബമാണ്. ഞാൻ പറഞ്ഞില്ലേ ഒരു ഐശ്വര്യം ഉണ്ടാവുന്നു. അപ്പൊ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കുറെ പാട്ട് കേൾക്കാനുള്ള ഒരു ഭാഗ്യമുണ്ട്. അപ്പൊ ഒരു പാട്ട് കുടുംബത്തിനെയാണ് നമ്മൾ സൂപ്പർ ഫാമിലിയിലേക്ക് വിളിക്കുന്നത്. ഈ കണ്ണൂർ സ്ക്വാഡ് സിനിമയൊക്കെ ഇഷ്ടപ്പെട്ട ഒരുപാട് പേരുണ്ടല്ലോ, അവരുടെ മുന്നിലേക്ക് ഇനി അവർ ഇഷ്ടപ്പെടാൻ പോകുന്നത് ആരെയായിരിക്കും? ലെറ്റ്സ് വെൽക്കം കാത്തൂർ സ്ക്വാഡ്. അപ്പോ സൂപ്പർ ഫാമിലിയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഇതിനു മുൻപ് നമ്മുടെ പല പ്രോഗ്രാംസിലും വന്നിട്ടുണ്ട്, പക്ഷെ ഈ സൂപ്പർ ഫാമിലിയിൽ നിങ്ങളിതാ ഒരു മത്സരാർത്ഥിയായിട്ട് വന്നിരിക്കുകയാണ്. ഒരുപാട് സന്തോഷം നിങ്ങളെ വീണ്ടും കാണാൻ സാധിച്ചതിൽ. അപ്പോൾ കാത്തൂർ സ്ക്വാഡിന്റെ വിശേഷങ്ങളാണ് ചേട്ടൻ പറയേണ്ടത്. ആദ്യം തന്നെ നമ്മുടെ പേര് പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തിക്കോളൂ. എന്റെ പേര് അശോകൻ. ഞങ്ങൾ കണ്ണൂരാണ് സ്ഥലം. എന്ത് ചെയ്യുന്നു? ഞാൻ ഫോട്ടോഗ്രാഫറാണ്. മിയ, നമുക്കൊരു ഫോട്ടോഗ്രാഫറെ കിട്ടി. അതെ, ഞങ്ങൾ ഡ്രസ്സൊക്കെ ഇട്ടിരിക്കുമ്പോൾ ആരെ കൊണ്ട് ഫോട്ടോ എടുപ്പിക്കുന്നത് ഭയങ്കര കൺഫ്യൂഷനാണ്. ഇനി മുതൽ അശോകൻ ചേട്ടനെ വിളിച്ചാൽ മതി. തീർച്ചയായിട്ടും ഞാൻ ഇവരെടുക്കുന്നതിനേക്കാളും നല്ല ഫോട്ടോ എടുത്തു. അയ്യോ, അത് കാലൊക്കെ. മോന്റെ പേര് പറഞ്ഞു കൊടുക്കും ആദ്യം. എന്റെ പേര് കേദാർനാഥ്. ഞാൻ 6ാം ക്ലാസ് പഠിക്കുന്നു. 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഗായകനാണ്. അച്ഛനും മോനും ഗായകന്മാരാണോ? അച്ഛനും മോനും ഗായകന്മാരാണ്. രണ്ടുപേര്. അപ്പൊ ഇവരോ? അമ്മയും മോളും പാടുവോ? മോള് പാടുവോന്ന് മിയ ചേച്ചിക്ക് പറഞ്ഞു കൊടുക്ക. പാടുവോന്ന്? പാടും. ഞങ്ങള് പാട്ടേ പാടൂ. ഓഹോ, കാർത്തിക മോള്. ഇതാണ് കാർത്തിക മോള്. ഞങ്ങളുടെ മോള് ഒരു നമ്മുടെ പാടുവോ? അതായത് ഞാൻ ഫുൾ ലെങ്ത് ഒരു പാട്ട് പഠിച്ചിട്ടുണ്ട്, അത് പാടാന്ന്. ആണോ? അപ്പൊ കാർത്തിക മോൾ റെഡിയാക്കി വെച്ചിരിക്കുക. കാർത്തിക മോൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും പാടില്ല. ആ സെറ്റിങ്സ് ഒക്കെ ക്ലിയർ ആയി ഒറ്റയ്ക്ക് സ്റ്റേജിന്റെ സെന്ററിൽ നിന്ന് മറ്റേ തീപ്പൊരിയൊക്കെ പറക്കുമ്പോഴേ പാടുള്ളൂ അല്ലേ? അമ്മ വർത്താനം പറയണ്ടേ? അമ്മയുടെ പേരെന്താന്ന് ചോദിക്കും. പേര് രശ്മി. രശ്മി വർക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല, ഞാൻ ഹൗസ് വൈഫാണ്. ഓക്കെ. അപ്പൊ ഇവർക്കുള്ള മോറൽ സപ്പോർട്ടൊക്കെ കൊടുത്ത് ഇങ്ങനെ പോകുന്നു. ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തിട്ട് ഞങ്ങളെ പേടിപ്പിക്കുന്നു. പേടിപ്പിക്കുന്ന എന്തിനാണ്? ഞങ്ങൾക്ക് ശരിക്കും പേടി. അതെന്നറിയാ,
ഞങ്ങള് ചെറുങ്ങനെ എങ്ങനെയോ പാടും. പാടാൻ അറിയാത്ത ഇവള് നമ്മളെ കൂടെ പാടുമ്പോ ഞങ്ങൾക്ക് ഉള്ളിൽ നിന്ന് മൊത്തം പറയാം. അത് ശരി ഇടയ്ക്ക് പാടാറുണ്ടല്ലേ നിങ്ങളുടെ കൂടെ? നമ്മളെ കൂടെ പാടും, പക്ഷെ ഞാനിങ്ങനെ പിടിക്കേണ്ടി വരും, അശ്ശോ. മൈക്ക് പിടിച്ചു കൊടുക്കേണ്ടി വരും. പേടി, ടെൻഷൻ കാരണം. ടെൻഷൻ കാരണം. ഇപ്പൊ നീ നിക്കുമ്പോ ടെൻഷൻ ഉണ്ടോ? ഇല്ല ഇപ്പൊ ഇല്ല. ഇപ്പൊ ടെൻഷൻ ഇല്ല. വെറുതെ നിൽക്കുമ്പോ എനിക്ക് ടെൻഷൻ ഇല്ല സാറേ. എനിക്ക് എന്തെങ്കിലും പരിപാടി ചെയ്യുമ്പോ ടെൻഷൻ ഉള്ളൂ, ഇതല്ലേ? ഇനി ഇവിടെ നമ്മളൊക്കെ അല്ലേ, നമ്മൾ ഇത്രയും കംഫർട്ടബിൾ ആയിട്ട് ഫ്രണ്ട്ലി ആയിട്ടല്ലേ ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ നിങ്ങൾ അങ്ങനെ ഒരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നും വിചാരിക്കേണ്ട. ഈ നമ്മുടെ പരിപാടിയുടെ പേര് പോലെ തന്നെ ഒരു ഫാമിലി അറ്റ്മോസ്ഫിയർ തന്നെയാണ്. ഹാപ്പി ആയിട്ട് ടെൻഷൻ ഒന്നും ഇല്ലാതെ ഫ്രീ ആയിട്ട്, മനസ്സ് ഫ്രീ ആയിട്ട് ഇവിടെ നിങ്ങൾ എന്താന്ന് വെച്ചാ പെർഫോം ചെയ്താൽ മതി. തീർച്ചയായിട്ടും ഞങ്ങൾ അതെ. വീട്ടിലെങ്ങനെയാണ് അച്ഛൻ, മോൻ, കാർത്തു ഇവര് മൂന്നുപേരും കൂടി കഴിഞ്ഞാൽ അലമ്പ് ആരാണ്? അലമ്പ് കാർത്തു തന്നെയാണ് അല്ലേ? കണ്ട ഇത്തിരി ഉള്ളെങ്കിലും ഇത്തിരി അലമ്പാണ്. പക്ഷെ മിടുക്കിയാണ്, പഠിക്കാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഓക്കെ എന്തായാലും സുന്ദരി കുട്ടിയായിട്ടുണ്ട് കേട്ടോ. നല്ല ഉടുപ്പൊക്കെ ഇട്ട് ബാബി ഡോളിനെ പോലുണ്ട്. ബാബി ഡോളിനെ പോലെ ഉണ്ടെന്ന് നോക്കി. ഒന്ന് നടുക്കിലേക്ക് ഉടുപ്പ് ഇങ്ങനെ പിടിച്ചിട്ടൊന്ന് ചെറിയ ഒരു റാമ്പ് വോക്ക് ചെയ്ത് ഫാഷൻ ഷോ. സൂപ്പർ. ഫാഷൻ ഷോ ചെയ്യാൻ ഫാഷൻ ഷോ നമ്മളിങ്ങനെ ചെയ്യില്ല, ടിവിയിൽ കണ്ടിട്ട് ഇങ്ങനെ നടക്കുന്നേ. അങ്ങനെ ഒന്ന് നടന്നേ, ഇവിടെ വരെ ഒന്ന് നടന്നൊന്ന് പോസ് ചെയ്തിട്ട് മ്യൂസിക്. ഇങ്ങനെ അപ്പൊ അങ്ങനെ നമ്മുടെ കാത്തു സ്കോട്സിൽ ഒരു സൂപ്പർ മോഡൽ ഉണ്ട്, ഫോട്ടോഗ്രാഫർ ഉണ്ട്, ഭാവി താരങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് വയ്യ, ഞങ്ങളൊരു കലക്കും അല്ലേ? അലക്കും, മൊത്തം കലക്കി ഞങ്ങളങ്ങ് മറിക്കും. എന്തായാലും നമ്മൾ ഇവരെ പരിചയപ്പെട്ടു. അപ്പൊ ഇനി ഇവരുടെ കൂടുതൽ വിശേഷങ്ങൾ കേൾക്കാം. അപ്പൊ എല്ലാവരും സീറ്റിലേക്ക് ഇരിക്കുക. അതിനു മുമ്പ് നമുക്ക് മിയ ചേച്ചിയുടെ സംശയം തീർക്കണം. കാർത്തിക മോള് ഇവിടെ നല്ലൊരു പാട്ട് പാടിത്തരും. ഐശ്വര്യമായിട്ട് നമുക്ക് കാത്തു സ്കോഡിന്റെ പെർഫോമൻസ് അതിലങ്ങ് തുടങ്ങാം, എന്നിട്ട് മെയിൻ പെർഫോമൻസ്. ഓക്കെ, അപ്പൊ ബാക്കി എല്ലാവരും അവിടെ ഇരുന്നു. പാടാം
പുറത്ത് പാട്ട് പാടുന്ന് പറഞ്ഞെങ്കിൽ ഞാൻ ഇത്രയും വലിയൊരു പാട്ട് എടുത്ത് വെച്ചാ പാടാൻ പോകുന്നതെന്നൊന്നും ഞാൻ ഓർത്തില്ല. അമ്പടി കുഞ്ഞ് ഇത്ര ആയിട്ട് ഇരിക്കുന്നേ, കടുകുമണി പോലെ ഇരിക്കുന്നയാ. പക്ഷേ അച്ഛൻ മിടിക്കായിട്ട് പാടി കേട്ടോ. അതല്ലേ പറഞ്ഞത്, ഞാൻ കുഞ്ഞു പാട്ടൊന്നും പാടില്ല, ഞാൻ വലിയ പാട്ടേ വലിയ പാടുള്ളൂ. പാട്ടാ ഓ അത് ഞാൻ വിചാരിച്ചില്ല. ഇത്ര വലിയ പാട്ട്. ദൈവമേ, ഒരു കുഞ്ഞു സമ്മാനം കേട്ടോ. ആഹാ, അടിപൊളി. തുടക്കത്തിൽ തന്നെ നല്ല സ്വീറ്റ് ഒരു സമ്മാനം കിട്ടിയല്ലോ. ഗംഭീരായിട്ട് പാടി. ഇനി കൊറേ സമ്മാനം മേടിക്കണം കേട്ടോ മിയ ചേച്ചിയുടെ കയ്യിൽ നിന്ന്. എനിക്ക് ഉറപ്പാണ് അതെ ഭാവിയില് ഇവരൊരു വലിയ ഗായികയുടെ പേരൻസ് ആണെന്ന് അറിയപ്പെടാൻ പോകുന്ന ആൾക്കാരാണ്. ഷുവറാണത്, ഷുവറാണ്. വലിയ പാട്ടുകാരി ആവണം കേട്ടോ. നമുക്ക് ഒത്തിരി സമ്മാനമൊക്കെ മേടിക്കണ്ടേ, സിനിമയിലൊക്കെ പാടി അവാർഡൊക്കെ മേടിക്കണ്ടേ, ട്രോഫി ഒക്കെ പിടിച്ച് നിക്കണ്ടേ. അവിടെ ചിരി നോക്ക്, ട്രോഫി ഒക്കെ പിടിച്ച് നിക്കണ്ടേ. ആ അപ്പൊ നന്നായിട്ട് പാട്ടൊക്കെ പഠിച്ച് മിടിക്കാവണം കേട്ടോ. ഒരുമ തരുമോ? മിടിക്കാണ് കേട്ടോ. യെസ്, അപ്പൊ അങ്ങനെ നമ്മുടെ കാർത്തിക കുട്ടിയുടെ പാട്ട് കേട്ട് മിയ ഇങ്ങനെ ഞെട്ടി തരിച്ചിരിക്കുകയാണ്. അപ്പൊ മിയനെ ഒന്നും കൂടെ ഞെട്ടിക്കാൻ എന്റെ ടീമിൽ വേറൊരാളും കൂടി ഉണ്ട്. അതായത് ഇപ്പൊ പറഞ്ഞല്ലോ നമ്മുടെ കാർത്തിക മോളുടെ പേരില് അച്ഛനും അമ്മയും അറിയപ്പെടുന്നു. പക്ഷെ ഒരു ഗായികയുടെയും ഒരു ഗായകന്റെയും പേരൻസ് ആണെന്ന് അവർ അറിയപ്പെടും.